ഇറാൻ-US ധാരണാപത്രം അന്തിമമായിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ്. ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്കുള്ള US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ യാത്ര മാറ്റിവെച്ചതായും വൈറ്റ് ഹൗസ്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനായി വാൻസ് വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇറാനുമായി ചർച്ചകൾ നടത്താൻ ഇന്ന് രാത്രി സ്വിറ്റ്സർലൻഡിലേക്ക് പോകില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സ്വിറ്റ്സർലൻഡ് വിദേശകാര്യ മന്ത്രാലയവും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി രൂപപ്പെടുത്തിയ 14 സമാധാന കരാറിന്റെ ധാരണാപത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും നേരത്തെ ഒപ്പുവച്ചിരുന്നു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനായിരുന്നു തീരുമാനം. അതിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒപ്പിട്ട ധാരണാപത്രത്തിലെ നിബന്ധനകൾ US പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച ശേഷം അന്തിമ കരാറിൽ ഒപ്പിട്ടാൽ മതി എന്നാണ് ഇറാന്റെ നിലപാട്. ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷവും ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന മിസൈൽ ആക്രമണമാണ് നിലവിൽ സമാധാന കരാർ ഒപ്പിടുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ധാരണാപത്രത്തിൽ തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നും ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. നേരത്തെ ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം ഉൾപ്പെടെ നീക്കിയിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ പ്രകോപനങ്ങൾ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.